അത് ശ്രീ കെ എം ഷാജഹാൻ ഫ്ലെക്സിബിൾ ആയേ മതിയാകുകയുള്ളൂ. തൊഴിലാളി പാർട്ടി എന്നതിൽ നിന്ന് നവ ഉദാരവൽക്കരണ നയങ്ങളിലേക്കുള്ള ഒരു കൂടുമാറ്റം CPM-ൽ ഉണ്ടാകുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആകാതെ തരമില്ല എന്ന് സമ്മേളനത്തിൽ ഉള്ള പ്രതിനിധികളെ, അതായത് ഒരു പാർട്ടിയെ മുഴുവൻ അഡ്രസ്സ് ചെയ്യേണ്ട എല്ലാവർക്കും കൺവിൻസ് ആകാൻ പോകുന്ന രീതിയിലേക്ക് നേതൃത്വത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു. നേതൃത്വം എന്ന് പറയുന്നത് നയവികസന രേഖ കൊണ്ടുവരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം കേന്ദ്ര നേതൃത്വത്തിനു പോലുമില്ല. ഒരാളിലേക്ക് ചുരുങ്ങുകയാണോ പാർട്ടി? അങ്ങനെ ഈ പാർട്ടിയുടെ എല്ലാ സംഘടനാ രീതികളും പൊളിച്ചെഴുതപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നു കൊല്ലം സംസ്ഥാന സമ്മേളനം. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഡോക്ടർ ജയരാജ് ഇത്ര നേരം സംസാരിച്ചു. ഞാൻ ഒരു വാക്ക് പോലും അതിനിടയിൽ കയറി അതിനെ എതിർക്കാനൊന്നും ഞാൻ തുനിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഇടപെടലുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ സമ്മേളനം കണ്ടെടുപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്ത്യ കൂതാശയാണ് നടന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ലോകത്തെ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു നോക്കിയാലും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ഘട്ടമുണ്ട്, ഒരു പെനൽറ്റിമേറ്റ് ഘട്ടം. അത് നമ്മൾ സോവിയറ്റ് യൂണിയൻ എടുത്തു നോക്കിയാലും, ഈ പറഞ്ഞതുപോലെ റൊമാനിയ എടുത്തു നോക്കിയാലും, ഈസ്റ്റേൺ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ എടുത്തു നോക്കിയാലും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുന്നതിന് മുമ്പുള്ള ഒരു നിർണായക ഘട്ടം എന്ന് പറയുന്നത് ഇപ്പം നടന്ന സംഭവമാണ്. അതായത് ഒരാളുടെ കാൽ കീഴിലേക്ക് ഒരു ഏകാധിപതിയുടെ ചവിട്ടടിയിലേക്ക് അവിടുത്തെ പ്രസ്ഥാനം ചുരുങ്ങുന്നു എന്നത് ആണ് അവിടങ്ങളിലെ പാർട്ടികൾ തീരുന്നതിന് മുമ്പുള്ള ഒരു പെനൽറ്റിമേറ്റ് ഘട്ടം. അതിനുശേഷം തീരും. അതാണ് ലോകത്തെമ്പാടും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനൊക്കെ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കുറച്ച് ദിവസങ്ങളായി ഈ കൊല്ലത്ത് നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം എന്ന പേരിൽ നടക്കുന്ന ഈ ഒരു മാമാങ്കം. കുറേ യന്ത്രങ്ങൾ അവിടെ വന്നിരുന്നിട്ട് ഒരു ഏകാധിപതിയെ ഇങ്ങനെ കൈയടിച്ച് പുകഴ്ത്തുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഈ ജനങ്ങൾ 2024 നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ അടിയാണ് ഈ പറഞ്ഞ ഏകാധിപതിക്ക് കൊടുത്തത്? 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഫലം ഈ ഏകാധിപതിയുടെ മുഖത്തിന്, കരണത്തിന് ജനം തിരിഞ്ഞും മറിഞ്ഞും കൊടുത്ത അടിയല്ലേ? 6-7 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി ശതകോടികൾ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച് ഒരു 4-5 കോടി വീതം തെരഞ്ഞെടുപ്പ് ഓരോ മണ്ഡലത്തിനും ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എല്ലാ കോടീശ്വരന്മാരും ഈ ഏകാധിപതിയുടെ പുറകിൽ. എന്നിട്ട് എന്താണ് 2024 നടന്നത്? 2024 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം സർക്കാർ വിരുദ്ധതയിലായിരുന്നു. ആകപ്പാടെ ഏലത്തൂർ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ പാവപ്പെട്ട കെ രാധാകൃഷ്ണൻ 20,000 വോട്ടിനാണ് ജയിച്ചത്. മലപ്പുറത്ത് ജയിച്ച സ്ഥാനാർത്ഥികളെല്ലാം 2 ലക്ഷം 3 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. ഏതാണ്ട് ഒരു 10ഓളം സ്ഥാനാർത്ഥികൾ 1 ലക്ഷം വോട്ടിനധികത്തിലാണ് ജയിച്ചത്. അതാണ് ജനവികാരം. ആ ജനവികാരം ഈ കൊല്ലത്ത് നടന്ന ഈ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞ മാമാങ്കത്തിൽ ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും പ്രതിഫലിച്ചിട്ടുണ്ടോ? പറഞ്ഞേ, ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും. എന്താണ് ലക്ഷ്യം? എന്താണ്? 2 തവണ അധികാരം കിട്ടി. അതുകൊണ്ട് അടുത്ത തവണയും നമുക്ക് അത് ആസ്വദിക്കാനുള്ള ശീതള ഛായയിലേക്ക് പോകണം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പോകുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഏകാധിപതിക്ക് ഇഷ്ടപ്പെടാതെ വരുമോ? ഇഷ്ടപ്പെടാതെ വന്നാൽ ചവിട്ടി പുറത്താക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഒരാളും അതിനകത്ത് ഒരു വാക്ക് പോലും ഉരുവിട്ടില്ല. 2024 ജനങ്ങൾ പുറങ്കാലുകൊണ്ട് ചവിട്ടി തൊഴിച്ച ഒരു ഏകാധിപതി ഈ പാർട്ടിയിൽ സർവാധിപതിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നയങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകത്തൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ പറഞ്ഞ നയങ്ങളൊക്കെ നടത്താൻ ഇവിടെ BJP ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. ഈ പറഞ്ഞ നയങ്ങൾ നടത്താൻ എന്തിനാണ് CPM എന്ന പാർട്ടി? കോൺഗ്രസോ അല്ലെങ്കിൽ BJPയോ പോരെ? BJPയുടെ മുമ്പിൽപ്പെട്ടാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള സംശയത്തിൽ ഇത് ഫാസിസമാണോ? അങ്ങനെ എന്തൊരു ഉളുപ്പില്ലായ്മയും ലജ്ജയില്ലായ്മയുമാണ്. അതിനങ്ങേ അറ്റമല്ലേ ഫാസിസമാണോ? കാരണം പ്രകാശ് കാരാട്ടിനൊക്കെ മോഡി എന്ന് പറഞ്ഞാൽ ഭയമാണ്. എപ്പോൾ പിടിച്ച് അകത്തിലൊന്നും അറിയില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിൽ പോയി മുട്ടിലിഴഞ്ഞ് നിന്നിട്ട് ഇവിടെ ഫാസിസം ഇല്ല എന്ന് പറയുകയാണ്.
അതുകൊണ്ട് ജനവികാരം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് ജനങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ട സമയമാകുമ്പോൾ പ്രതിഫലിപ്പിച്ചോളും. എന്തായാലും എനിക്ക് ആമുഖമായി പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇതൊരു പെനൽറ്റി. ആ നയം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്റെ നയം കൂടിയാണ്. അങ്ങനെ ഒരു വിഷയം കൂടിയില്ലേ അതിനകത്ത്? കേന്ദ്രത്തിന് പോലും, കേന്ദ്ര നേതൃത്വത്തിന് പോലും മറ്റൊരു അഭിപ്രായമില്ല. ഇതാണ് ഇനി പാർട്ടിയുടെ നയം. എന്താണ് പിണറായി വിജയൻ പറഞ്ഞ നയവികസന രേഖയിലുള്ളത്? അതാണ് ഇനി പാർട്ടി കേൾക്കാൻ പോകുന്നത്. അതാണ് കേൾക്കാൻ പോകുന്നത്. കാരണം അവിടെ ഒരു പാർട്ടി ഇവിടെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പാർട്ടി ഇപ്പോഴത്തെ ഈ നയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും അത് പിണറായി വിജയനിലേക്ക് ചുരുങ്ങുന്നതും, പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ കീഴിലുള്ള ഈ പാർട്ടി തീരാൻ പോവുകയാണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയും സന്ദേശവുമായിരുന്നു ഈ സമ്മേളനത്തിൽ ഓരോ മിനിറ്റിലും നടന്നത് എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരികെ എത്താം. ശ്രീ കെ എം ഷാജഹാൻ. ശ്രീ ജോർജ് പൊടിപ്പാറ.